പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും വരിക്കാശ്ശേരി മനയിലാണ് പോയിരുന്നത്. നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഷൊർണൂരിൽ ഭാരതപ്പുഴയുടെ തീരത്താണ്. ഒരുപാട് തവണ ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ ഭാരതപ്പുഴ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബൈക്കിലാണ് വന്നതുകൊണ്ട് അതെനിക്ക് ഇങ്ങനെ ഇവിടെയൊക്കെ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ആദ്യമായിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത്. വരിക്കാശ്ശേരി മന ഒറ്റപ്പാലത്ത് നിന്ന് വരുമ്പോൾ കുളപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കുളപ്പള്ളിയിൽ നിന്ന് ഷൊർണൂർ എത്തുമ്പോൾ ഷൊർണൂരിൻ്റെ അടുത്തായിട്ട് എൻ്റെ ഒരു പാലമുണ്ട്. പാലത്തിന് തൊട്ട് താഴെയായിട്ടാണ്. എന്താ പറയുക, വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ്. കുറച്ച് വെയിലുണ്ട്, എന്നാലും സന്ധ്യയാവാൻ വരെ നിൽക്കാൻ എനിക്ക് കഴിയത്തില്ല. ആരെയും തിരിച്ചു പോകണം. ഇന്ന് ഉത്രാടമാണ്, നാളെ തിരുവോണമാണ്. അപ്പം ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടപ്പം അങ്ങോട്ട് പോയപ്പോഴേ ഇത് വിചാരിച്ചു ഇവിടെ ഇറങ്ങണമെന്ന്. അതുകൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വളരെ മനോഹരമായിട്ട് കാഴ്ചയാണ്. ഈ കൂടി ട്രെയിൻ വരും. ഞാൻ ഇന്ന് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുക, ട്രെയിൻ പാസ് ചെയ്ത് പോയി. പുതിയ റെഡ് കളർ ട്രെയിനിൻ്റെ ഭയങ്കര മനോഹരമായിട്ടൊരു വ്യൂ വരുന്നത്. അടുത്തൊരു ട്രെയിൻ വരുന്നത് വരെ കാത്തിരിക്കുകയാണ്. പിന്നെ അവിടെ ഒരു മെയിൻ റോഡാണ്. ചെറുവയ്ക്കൽ എന്ന് പറയുന്നത് അതാണ്. ചെറുവയ്ക്കൽ എന്ന് ഷൊർണൂർ എന്ന് പറയുന്നത് മെയിൻ റോഡാണ്. അവിടെ ഒരു പാലം പൊളിഞ്ഞ് പഴയ പാലം. എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ. പല കാര്യങ്ങളും അങ്ങനെയാണ്. ഗൂഗിൾ നോക്കിയാൽ അത് കിട്ടാത്തൊരവസ്ഥയുണ്ട്. അതെനിക്ക് അറിയത്തില്ല, വാർത്ത തന്നെ എനിക്ക് കേട്ട ഓർമ്മയില്ല. അതൊരു പാലം പൊളിഞ്ഞ് കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് റെയിൽവേ റോഡ്. ഇതുവഴി പോകുമ്പോൾ നമ്മൾ ഒരു ഭാരതപ്പുഴ ഒരുപാട് പ്രാവശ്യം കണ്ടതായിട്ട് ഓർമ്മ ഉണ്ട്. എന്നിരുന്നാലും ഒരു അടിപൊളി വീഡിയോ ആണത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇതുവരെയ്ക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് കാണാൻ പറ്റും. അതിന് തുടർന്ന് കാണാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചാൽ അത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് അത് തുടർന്ന് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഭാരതപ്പുഴയുടെ കുറച്ച് കാഴ്ചകളും ഈ ട്രെയിൻ വരുന്ന ഒരു കാഴ്ചയും കൂടെ കണ്ടിട്ട് നമുക്ക് നേരെ തൃശ്ശൂരിൽ തിരിച്ചു പോയിട്ട് ഇന്ന് രാത്രിത്തുള്ള അമൃത എക്സ്പ്രസ്സിൽ പോകാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പം ചെറിയൊരു വീഡിയോയ്ക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസമാണ് ഓണത്തിന് അവധിയുള്ളൂ. ഇന്ന് ശനിയാഴ്ച നോർമൽ ഡേ പോലത്തെ ഒരു അവധിയാണ്. നാളെ ഉത്രാടമാണ്. ഞായറാഴ്ച തിരുവോണമായിപ്പോയി. എല്ലാ പ്രാവശ്യവും നിങ്ങൾ കേട്ട് കാണും, ഞാൻ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. എപ്പോഴും വാർത്താ ചാനലുകൾക്കൊരു എന്താ പറയുക, എന്തോ ഒരു നഷ്ടബോധം പോലെയാണ്. 4 ദിവസം അവധിയാണ്, കസ്റ്റമേഴ്സ് നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ ഇടപാടുകളൊക്കെ പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ അങ്ങനെ ഒരു വാർത്ത വരാത്ത വർഷമായിരിക്കും. മൊത്തത്തിൽ അവധി കുറവാണ്. അപ്പോൾ ഉത്രാടമായ ഇന്ന് ഒരു വലിയ യാത്രകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 3 ദിവസമേ ഉള്ളൂ. തിരുവോണത്തിന് എല്ലാവർക്കും വീട്ടിൽ നിൽക്കുന്ന ഒരു ആഗ്രഹം കാണും. അതുകൊണ്ട് ഞാൻ ഉത്രാടമായി എന്ന് മാത്രം ഈ പാലക്കാട് തൃശ്ശൂരോടാകുന്ന പ്രദേശത്ത് റെന്റൽ സ്കൂട്ടർ എടുത്ത് കറങ്ങി കുറച്ച് കാഴ്ചകൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നിങ്ങൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇറങ്ങി നോക്കണം. നല്ല രസമാണ്, നല്ലൊരു വൈബാണ്. എന്താ പറയുക, അത്യാവശ്യം ടെൻഷനൊക്കെ തോന്നും. പക്ഷെ ആ ടെൻഷനിലുപരിയായിട്ട് നമുക്കിങ്ങനെ ഫ്രീ ബാഡായിട്ട് കിടക്കാൻ പറ്റും. ഞാൻ ഈ പ്രദേശത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു പേടിയുണ്ടത്. അതിൽ സാമൂഹ്യ വിരുദ്ധരും നമ്മളെ ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോയപ്പോൾ ഞാൻ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ഫാമിലിയിട്ടൊക്കെ വരുന്ന വളരെ നല്ലൊരു പ്രദേശം തന്നെയാണ്. ഈ വെയിലായതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അവിടെ തിരക്കില്ലാത്തതെന്ന് വിചാരിക്കുന്നു. അവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട്. അല്ലാതെ തന്നെ ഇവിടെ ഈ പാർക്ക് പോലെ ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങും. ഇതിന് വരുന്ന വഴിക്ക് ഐസ്ക്രീമും കപ്പലണ്ടി അങ്ങനത്തെ ഉള്ള കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പം ഉറപ്പായിട്ട് ഇവിടെ ആൾ കൂടുന്നൊരു സ്ഥലം തന്നെയാണ്. നിങ്ങളും വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ പ്രദേശങ്ങളിലൊക്കെ ഇറങ്ങി നോക്കണം. വൈബാണ്. ഇന്ന് ഉത്രാട പാച്ചിലിൻ്റെ ഒരു ദിവസമാണ്. അതുകൊണ്ട് നേരത്തെ തൽക്കാലമൊക്കെ ബുക്ക് ചെയ്ത് വെച്ച ടിക്കറ്റാണ്. ഇങ്ങോട്ട് സത്യം പറഞ്ഞാൽ ഒരു തൽക്കാലം ബുക്ക് ചെയ്യാൻ നോക്കി കിട്ടിയില്ല. ബസ്സിലാണ് വന്നത്. ഇന്നൊരു ഒരു ദിവസം യാത്ര ചെയ്തില്ലെങ്കിൽ ഓണത്തിന് എനിക്കൊരു 10-20 ദിവസം ഒരിടത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോൾ. ആ ഒരു ആഗ്രഹം കൊണ്ട് വരിക്കാശ്ശേരി മന കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഭാരതപ്പുഴയിലെ തീരത്ത് നിൽക്കുന്നുണ്ട്. ഈ ട്രെയിൻ വരണം വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും ട്രെയിൻ ഉണ്ടാകുന്ന നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ട്രെയിനോടെ നമുക്ക് ഇവിടുത്തെ ആ പൊളിഞ്ഞ പാലത്തിൻ്റെയും ഇവിടുത്തെ ഒരു കാഴ്ചകളോടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം.